ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് ശീലമൊന്നുമില്ല, അതാണ് എൻ്റെ മാറ്റം. ക്ലാസ്സിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ മിസ്സാണെന്നുണ്ടെങ്കിൽ സാറാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് ഒരു ഫ്രണ്ടിനോട് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. സാർ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുകയും ചെയ്യും. അത് മാത്രമല്ല ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് വരുന്നുണ്ട്, ബേസിക് ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചർമാരും സാറന്മാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സപ്പോർട്ടീവ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനും പറ്റും. ബാക്കിയുള്ളവർക്കൊരു 6-7 മാസം പറയുന്നത് നമുക്ക് ഇവിടെ ഒരു മാക്സിമം 2 മാസത്തിനടുത്തായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പഠിച്ച് നല്ലപോലെ മനസ്സിലാക്കി പുറത്ത് പോകാനുള്ള അവസരങ്ങളും അവർ ഒരു ഇന്റർവ്യൂ വരെ അവർ ഒരുക്കി തരുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ കിട്ടിയാലും ഹൈഡ്രോ കിട്ടിയാലും ഇപ്പോൾ നമുക്ക് ലൈസൻസുമായി ഓടിക്കാനും നല്ല കോൺഫിഡൻസ് ഉണ്ട്. സാനി ഓപ്പറേറ്റ് ചെയ്യാനും അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇവിടുന്ന്. സാനി ആയാലും വണ്ടി കിട്ടിയാൽ അത്യാവശ്യം ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇതെല്ലാം ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓപ്പറേറ്റിംഗ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇവിടുന്ന് ട്രെയിനിങ് ചെയ്ത് തന്നിട്ടുണ്ട്. പ്ലേസ്ഡ് ആയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെയാണ്. അതിൽ തന്നെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും സന്തോഷം, അതിനേക്കാൾ ഉപരി എൻ്റെ വീട്ടുകാർക്കും അതിനൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് കുറേ നാളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു അവസരം നമുക്ക് ഹാമായിട്ട് കൊണ്ട് തരുന്നത്. അപ്പോൾ അതിൽ നല്ലപോലെ പെർഫോം ചെയ്തു. എനിക്ക് അപ്പം തന്നെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ എന്നെ പ്ലേസ്ഡ് ആവുകയും ചെയ്തു. ഞാൻ 2-3 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പുറത്ത് പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്റർവ്യൂ നടന്നതിന് ശേഷമാണ് പ്ലേസ്ഡ് ആയത്. ആദ്യമായിട്ട് ഇവിടുന്ന് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു മോക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ഡെമോ ആയിട്ടൊരു ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾ, എങ്ങനെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻപേ ആയിട്ട് തന്നെ മിസ് നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എനിക്ക് അത് ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും ആ കാര്യങ്ങളൊക്കെ വളരെയധികം നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എനിക്കും ഇവിടെ മോക്ക് ഇന്റർവ്യൂ വളരെ ഉപകാരമായിട്ട് തോന്നി. കാരണം ഇവിടെ വന്നപ്പോൾ ഒരു പ്രൊഫഷണൽ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് മോക്ക് ഇന്റർവ്യൂയിലൂടെ എന്തായാലും ഒന്ന് കാണാൻ പറ്റി, എക്സ്പീരിയൻസും ചെയ്യാൻ പറ്റി. ഇവിടെ പഠിക്കാൻ വരുന്നവരോടാണ് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ മുടക്കുന്ന പൈസക്കുള്ള പ്രോഫിറ്റ് ഇവരുണ്ടാക്കി തരും. കാരണം നിങ്ങൾക്ക് ധൈര്യത്തോടെ ഒരു ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. അടുത്ത ചോദ്യം, നിങ്ങൾ പഴയ നിങ്ങളെ നോക്കുകയാണെങ്കിൽ പുതിയ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വന്നിന്? നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ ആ വണ്ടിയിലാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു ഫസ്റ്റത്തെ ഒരു 10 ദിവസം കഴിഞ്ഞപാടെ ആ വണ്ടി വിൽക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ബസ്സിലായി യാത്ര. അതാണ് എൻ്റെ മാറ്റം. വിഷമമില്ല, ജോലി കിട്ടി ഇനി പോയി നല്ലൊരു ഓട്ടോ വാങ്ങണം.